ഇപ്പോൾ എനിക്കിന്ന് ഓഫാണ്. അപ്പോൾ ഞാൻ ധ്യാനസ് രാവിലെ ട്യൂഷൻ കൊണ്ടാക്കിയിട്ട് വരുന്ന വരവാണ് കേട്ടോ. അവനെ വയ്യാന്ന് കൊണ്ട് പോയി. ഞാൻ അന്നേരം രാവിലെ 2 വഴക്ക് കൊടുത്ത് കൊണ്ടാക്കിയിട്ട് വന്നപ്പോഴത്തേക്ക് നമ്മുടെ പത്രം കിടക്കുന്നുണ്ട് ഇവിടെ പത്രത്തിൽ. നമ്മുടെ ജാനകിയമ്മ നമ്മുടെ നിന്ന് വിടവാങ്ങിയ ദിവസമായിരുന്നു കേട്ടോ. അപ്പോൾ ഇന്നലെ തന്നെ ഒരു പൊറോട്ട വാങ്ങി കുറച്ച് ഇരിപ്പുണ്ട്. അങ്ങനെ ഞാനപ്പോൾ രാവിലെ അതങ്ങനെ രാവിലെ അങ്ങ് കഴിക്കാൻ വിചാരിച്ചു. അങ്ങനെ ഞങ്ങൾ ബിരിയാണി വയ്ക്കാൻ വിചാരിച്ചു. ഞാൻ കുറച്ച് വെള്ളത്തിൽ അരിയൊക്കെ എടുത്തിട്ട് വെച്ചിട്ടാണ് പോയത് കേട്ടോ. അപ്പോൾ ചിക്കൻ നമുക്ക് ഇതിൽ വെച്ചിട്ട് അതിൽ ബിരിയാണി ചോറ് വേവിച്ചിടാം. അപ്പോൾ ഞാൻ എൻ്റെ സ്റ്റാൻഡിൽ ഫോൺ വെച്ചിട്ടൊക്കെ വളരെ വിദഗ്ധമായാണ് ഞാൻ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഞാൻ കുറച്ച് എണ്ണ ഒഴിച്ച് കുറച്ച് നമ്മുടെ ജീരകം, പട്ട ഐറ്റംസ് ഒക്കെ ഇട്ടിട്ട് ഇഞ്ചി കുറച്ചിരിപ്പുണ്ടായിരുന്നു. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇതൊക്കെ സാധാരണ ഞങ്ങളെല്ലാം ഇടുന്ന സാധനങ്ങൾ തന്നെയാണ് ഞാൻ ഇടുന്നുണ്ട്. പെട്ടെന്നൊന്ന് കാണിച്ചു പോകാൻ വിചാരിച്ചു. ഞാൻ കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അതും എടുത്ത് പിന്നെ അപ്പോഴും ഫ്രഷായിട്ട് എടുത്ത് കുറച്ച് അപ്പോൾ അതും എടുത്തിട്ടു. കുറച്ച് വെട്ടം കുറവായിട്ട് തോന്നുന്നുണ്ടല്ലേ, കാരണം ഫോണ് ആ സ്ലാബിൻ്റെ അടിയിലാണ് നമ്മൾ വെച്ചേക്കുന്നത് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഒരു ചെറിയൊരു വെട്ടക്കുറവുണ്ട്. ഞാനങ്ങനെ ചട്ടമൊക്കെ എടുത്തിട്ട് ഇളക്കാൻ പോവുകയാണ് കേട്ടോ. ഇളക്കിയിട്ട് ഞാൻ ഒരു ഉള്ളി ചോപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്, 2-3 ഉള്ളി ചോപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ചിക്കൻ അതിനകത്തിട്ട് വേവിച്ചിട്ട് അതിലിട്ട് ചോറ് വേവിച്ചിടാം എന്നുള്ള പ്ലാനിങ് ആണ്. അപ്പോൾ ഞാൻ ലൈറ്റ് ഇട്ട് ഗ്യാസ് അപ്പം നല്ല വെട്ടമില്ലേ. എനിക്ക് ഭയങ്കര മടിയാണ് കേട്ടോ. ഞാനിത് വീഡിയോ എടുക്കാൻ വേണ്ടി ലൈറ്റൊക്കെ ഇട്ട് സെറ്റ് ചെയ്താൽ പോരായിരുന്നോ ആദ്യമേ. അങ്ങനെ എന്തായാലും ഉപ്പൊക്കെ ഇട്ട് നമ്മുടെ ഉള്ളി വാടാൻ വേണ്ടിയിട്ടുള്ള എളുപ്പ വഴിയാണ്, നിങ്ങൾക്ക് അറിയാലോ. ഉപ്പൊക്കെ ഇടുക, എന്നിട്ട് നല്ല രീതിയിൽ ഉള്ളി ഒന്ന് വാട്ടിയെടുത്ത ശേഷം അതിലേക്ക് നമ്മുടെ മുളക് പൊടി മസാല ഐറ്റംസ് എല്ലാം ഇടണം. ഇട്ട ശേഷം നമ്മളത് ആക്കി ആദ്യം ചിക്കനാണ് ഇടാൻ ഉദ്ദേശിക്കുന്നത് കേട്ടോ. ഞാൻ ചിക്കൻ ഇട്ട് ഒരു പകുതി വേവാകുമ്പോഴത്തേക്ക് ചോറ് സെപ്പറേറ്റ് വേവിച്ച് അതിലേക്ക് ഇടാം എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. എന്താവും ഏതാവുമെന്ന് എനിക്കറിയത്തില്ല. അപ്പോൾ ഞാൻ പെട്ടെന്ന് ചിക്കനൊക്കെ അരപ്പ് പുരട്ടി ഇതിൽ വെച്ചിട്ടുണ്ടായിരുന്നുണ്ട്. അപ്പോൾ തൊട്ടപ്പുറത്തെ ഗ്യാസ് തന്നെ ചോറൊന്ന് വേവിക്കാൻ വേണ്ടിയിട്ട് അതിലും കുറച്ച് വെള്ളം വെച്ചിട്ട് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, പട്ട, ഗ്രാമ്പു ഐറ്റംസ് എല്ലാം ഇടും. നമ്മുടെ ബിരിയാണി ചോറ് വെക്കാനായിട്ടുള്ള എല്ലാ ഇൻഗ്രീഡിയൻസും അതിൽ ചേർക്കുക. പിന്നെ നമ്മൾ കുറച്ച് കുരുമുളകും കൂടെ ഇടുന്നുണ്ട് കേട്ടോ. ഞാനത് കാണിക്കുന്നുമുണ്ട്. നമ്മുടെ പട്ട ഇട്ടിട്ട് പിന്നെ കുറച്ച് കുരുമുളക് 2-3 കുരുമുളക് ഇടും കേട്ടോ. ഞാൻ നിങ്ങളൊക്കെ ഇടുമെന്ന് എനിക്കറിയത്തില്ല, എനിക്കൊന്നും എല്ലാം ഇടുമെന്ന് തോന്നുന്നു കേട്ടോ. അങ്ങനെ അതും ഇട്ട് ഉപ്പും ഇട്ട് വെള്ളം നല്ല വെട്ടി തിളയ്ക്കുമ്പോൾ നമ്മൾ അരി ഇട്ട് വേവിച്ചെടുക്കും കേട്ടോ. അപ്പോൾ ആ സമയം കൊണ്ട് നമ്മുടെ ചിക്കൻ ഞാൻ അതിനകത്ത് ഇട്ടായിരുന്നു. വീഡിയോ അത് എടുക്കാൻ പറ്റിയില്ല. ചിക്കൻ ഇട്ട് നല്ല രീതിയിൽ ഒന്ന് ഇളക്കി മിക്സ് ചെയ്ത ശേഷം കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ചിക്കൻ ഒന്ന് വേവിക്കാൻ വയ്ക്കും കേട്ടോ. ആ സമയം കൊണ്ട് ഞാൻ ഓടിപ്പോയി തൂക്കുകയും കൂടെ ചെയ്തു കേട്ടോ. കാരണം ഇതിൻ്റെ ഇടയിൽ കൂടെ തൂത്ത് റെഡിയാക്കി ധ്യാനൂസ് വരെ ഉണ്ട്. ട്യൂഷൻ കഴിഞ്ഞ് വരുന്ന സമയം വരെ നമുക്ക് ഫുഡൊക്കെ റെഡിയാക്കണമല്ലോ. അങ്ങനെ പെട്ടെന്ന് ഞാൻ തൂത്ത് ഫുഡും കൂടെ ആക്കാൻ വേണ്ടി ഇരിക്കുകയാണ്. അപ്പോൾ ആ ചോറൊരു പകുതി വേവായിട്ടുണ്ട്. പകുതി വേവാകുമ്പോൾ നമ്മൾ ചിക്കനും ഒരു 3/4 ഭാഗം വേവാകുമ്പോൾ ശേഷം വെള്ളത്തോടുകൂടി തന്നെ നമ്മുടെ ചിക്കനിൽ കുറച്ച് വെള്ളം കാണുമല്ലോ, ആ വെള്ളത്തിൽ കിടന്ന് ഈ ചോറൊന്ന് വേവണം. അതിന് വേണ്ടിയിട്ടാക്കി. പിന്നെ ഞാൻ കുറച്ച് ഒരു കുഞ്ഞു സവാള എടുത്ത് മൂപ്പിച്ചതിൻ്റെ മേലിട്ട് കേട്ടോ. ആ ചോറും വെച്ച് തട്ടിപ്പൊത്തി വെച്ച് ഇളക്കരുത് കേട്ടോ. ഇപ്പോൾ ഞങ്ങൾ ആരും ഇപ്പോഴേ ഇളക്കി കളയരുത്. ഇത് വലിയ പ്രൊഫഷണൽ ആയിട്ടുള്ള ബിരിയാണി ഒന്നുമല്ല. ഞാൻ എന്താ അപ്പം വെച്ച് കുറച്ച് ഇതൊക്കെ സവാളയൊക്കെ മൂപ്പിച്ചിട്ട് ശേഷം അടച്ചു വെച്ചു. അപ്പോൾ കുറച്ച് ചിക്കൻ ഇരിപ്പുണ്ട്, അതിനെ ഒന്ന് എടുത്ത് ഫ്രൈ ചെയ്യാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ ധ്യാനൂസ് വരുമ്പോഴത്തേക്ക് സർപ്രൈസ് ആയിക്കോട്ടെ വെച്ച് ഞാൻ അത് ഫ്രൈ ചെയ്തു. എന്നിട്ട് നമ്മുടെ ചോറ് എല്ലാം സെറ്റായി ഇരിപ്പുണ്ടായിരുന്നു കേട്ടോ. കുറച്ച് ചെറിയ തീയിലിട്ട് ഇച്ചിരി വെച്ചേക്കണം. എന്നിട്ട് നല്ല രീതിയിലൊന്ന് ഇളക്കി മിക്സ് ചെയ്ത് വേണം എടുക്കാൻ. അപ്പോൾ നമ്മുടെ ചോറ് ഇതുപോലെ നല്ല ടേസ്റ്റി ആയിട്ട് വരും കേട്ടോ. ഇങ്ങനെ ഇരുന്ന് വേവുന്ന ഒരു ചോറിന് പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ. ഞങ്ങൾ സെപ്പറേറ്റ് നമ്മുടെ ചോറ് ഊറ്റിയെടുത്ത് കഴിഞ്ഞാൽ അത് വേറൊരു ടേസ്റ്റാണ്. അതിൻ്റെ ഒരു ഇതൊക്കെ പോകത്തില്ലേ. വറ്റിച്ചെടുക്കുന്ന ചോറും ഊറ്റിയെടുത്ത് വയ്ക്കുന്ന ചോറും സെപ്പറേറ്റ് ആണ് കേട്ടോ. ഇതുപോലെ ഊറ്റിയെടുത്ത് ചോറ് സെപ്പറേറ്റ് ആക്കിയിട്ട് ചിക്കൻ കറി വെച്ചിട്ട് ഇതിലോട്ട് ഇടുമ്പോഴത്തേക്ക് അത് വേറൊരു ടേസ്റ്റാണ്. നിങ്ങൾ അത് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. എനിക്ക് നിങ്ങളുടെ അഭിപ്രായം എല്ലാം കമൻ്റായിട്ട് ചെയ്യണം കേട്ടോ. അപ്പം ഞാൻ ചോറിടുന്നതിൻ്റെ കൊച്ചാണ് എനിക്ക് വീഡിയോ എടുത്തുന്നത്. അപ്പോൾ എനിക്കുള്ള ചോറും എടുത്ത് ഞാൻ കുളിയെ കഴിഞ്ഞ് നിന്നിട്ടുള്ളതാണെന്ന് ഞാൻ പറഞ്ഞില്ല. ഞാൻ കുളിയെ കഴിഞ്ഞിട്ടാണ് ചോറ് കഴിക്കുന്നത് കേട്ടോ. എന്നോ അങ്ങനെ ചോറും എടുത്ത് നമുക്ക് എല്ലാവരും ഉണ്ട്, കുട്ടുമുണ്ട്, നമ്മൾ ഷാരുണ്ട്, ചെയ്യാനുണ്ട്, അമ്മയുണ്ട്, ധ്യാനവശമുണ്ട്. നമ്മളെല്ലാവരും ചോറ് തിന്നിട്ട് ഒരു കിടന്നൊരു ഉറക്കമൊക്കെ ശേഷം ഞാൻ എണീച്ച് ചായ എൻ്റെ സ്വന്തം കപ്പിൽ ചായയും ടിന്നുമായിട്ട് ഞാൻ സിറ്റ് ഔട്ട് ഇരുത്തിയിട്ടുണ്ട് ഗൈസ്. അപ്പോഴത്തേക്ക് മഴ കാരണം ഒന്നും തൂക്കാൻ പറ്റില്ല. കുറേ നാളെ അതിൻ്റെ ഇടയിൽ കയറി തൂക്കണ ഒരു കഷ്ടപ്പാടേ. അങ്ങനെ ഇത് വീഡിയോ എടുത്തിട്ടുണ്ട്. KSRTC ഡ്രൈവറുടെ ഒരു കഷ്ടപ്പാട് ഇവിടെ ഒരാൾ വീഡിയോ എടുത്താണ്. അതിൻ്റെ ഇടയിൽ കയറി തൂക്കുന്ന ഒരു വലിയ ടാസ്ക്കാണ് കേട്ടോ. അപ്പം ഫുള്ള് വളർന്ന് എല്ലാം ക്രോപ്പ് ചെയ്ത് നിർത്തുന്ന സമയമായി. എല്ലാത്തിലും കായ നിൽക്കുന്നതുകൊണ്ട് നമ്മളിങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നുണ്ട് കേട്ടോ. അതെല്ലാം തൂത്ത് കഴിഞ്ഞിട്ട് ഞാൻ സ്വന്തമായിട്ട് എൻ്റെ ഒരു വീഡിയോ ഒക്കെ ഇങ്ങനെ എടുത്ത ശേഷം ലിയോനെ കുറച്ച് തുറന്നു വിടുമ്പോൾ അവൻ നമ്മുടെ കൂടെ നിന്നില്ലെങ്കിൽ അവൻ പോയി പഴുത്ത ചക്ക കിട്ടുകയാണെങ്കിൽ ഓടിപ്പോയി ചക്ക തിന്നളയും. ചക്ക, സപ്പോട്ട ഇതൊക്കെയാണ് അവൻ്റെ തീറ്റി. ചക്കക്കുരു, സപ്പോട്ട ഇതൊക്കെയാണ് അവൻ്റെ ഫുഡ്. അപ്പം എൻ്റെ കൂടെ കൊണ്ട് നടക്കുകയാണ്. വിടാണ്ട് ഇങ്ങനെ പിടിച്ച് വാ കൂടെ നടക്കുന്നൊക്കെ പറഞ്ഞ് 2 രൂപ കൂടെ നടക്കുന്നുണ്ട്. അപ്പോൾ അത് നമ്മുടെ പച്ചപ്പായ ഇതുണ്ട്. കുറച്ച് റംബൂട്ടാൻ പിടിച്ചിരിക്കുന്നത് കാണുന്നുണ്ട് നിങ്ങൾ. കുറച്ചേ ഉള്ളൂ കേട്ടോ. ഏകദേശം ഉള്ളതൊക്കെ ഞങ്ങൾ പിച്ചി.
അപ്പോൾ എല്ലാം ഫുൾ മിറ്റൊക്കെ വൃത്തിയാക്കി തൂത്ത ശേഷം ഞാൻ നോക്കുമ്പോൾ ഈ ഒരു ചെടി നിങ്ങളെ വീട്ടിലുണ്ടോ എന്ന് നോക്കണം കേട്ടോ. ഇതിലൊരു പൂ വരുന്നത് ഞാൻ അത് ആദ്യമായിട്ടാണ് കാണുന്നത് കേട്ടോ. ഇത് കുറേ നാളായി ഇതിൽ വെച്ചിട്ട്. അപ്പോൾ അതിൻ്റെ ഒരു പൂ കണ്ടു, നല്ല ഭംഗിയില്ലേ. അത് ഞാനൊന്ന് ചെറിയ വീഡിയോ എടുത്താണ്. നല്ല രസമുണ്ട്. ഇങ്ങനെ ഇതളൊന്നുമില്ല, ഇങ്ങനെ റൗണ്ടായിട്ട് ചെറിയ സംഭവങ്ങളൊക്കെ പൂത്ത് നിൽക്കുന്നുണ്ട് കേട്ടോ. അത് കഴിഞ്ഞ് ഞാനൊരു ചെറിയ ഗെറ്റ് റെഡി വിത്ത് മീ എടുക്കുന്നത് എന്തിനാണെന്നറിയാമോ? നമുക്ക് വയലിൻ ക്ലാസ് ഉണ്ട് ഗൈസ്. ഇതിപ്പോൾ ഇത് മനസ്സിലായി കാണും നിങ്ങൾ, ഞായറാഴ്ചത്തെ വീഡിയോ ആണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഞങ്ങൾ വയലിൻ ക്ലാസ് എന്നുണ്ട് 7 മണിക്കാണ്. അപ്പോൾ അതിന് വേണ്ടി പോകാനായിട്ട് റെഡി ആവാണ്. ഞാൻ പെട്ടെന്ന് ഒരു ചെറിയൊരു മോയ്സ്ചറൈസിങ് ക്രീമും ഇടും, ചെറിയ ലിപ് ബാം ഇടും, കുറച്ച് പൗഡർ ഇടും, കുറച്ച് പ്രീരിയൊക്കെ ഒന്ന് ശരിയാക്കും, ഒരു പൊട്ടും വയ്ക്കും. ഇത്രയുള്ള സിമ്പിൾ മേക്കപ്പാണ് കേട്ടോ എൻ്റെ. അപ്പോൾ ഇതൊക്കെ ഞാൻ ജസ്റ്റ് ഒന്ന് ഓടിച്ചെന്ന് കാണിക്കുന്നതേ ഉള്ളൂ. അത് കഴിഞ്ഞിട്ട് നമുക്ക് സാറ് ക്ലാസ് 7 മണിക്ക് പറഞ്ഞാൽ സാറ് ഇപ്പോൾ 6:45 വരും കേട്ടോ. കുറേ നാളായി ക്ലാസ് കണ്ടിന്യൂ ചെയ്തിട്ട്, കുറേ നാളുകൊണ്ടേ ഇങ്ങനെ സാരി ഗമ വായിച്ചുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് പാട്ടൊക്കെ പാടേണ്ട അകത്ത്. അതുകൊണ്ട് നമ്മൾ എന്തായാലും റെഡിയായി പോവുകയാണ്. ഒരു 6 മണി കഴിഞ്ഞപ്പോൾ നമ്മൾ പോകാനായിട്ട് റെഡിയായി കേട്ടോ. അപ്പോൾ ഞാൻ എൻ്റെ ഗെറ്റ് റെഡി വിത്ത് മീൻ്റെ കൂടെ ഒന്ന് ഇതിനകത്ത് കൂടെ ആഡ് ചെയ്തതാണ്. അപ്പോൾ ഞാൻ എൻ്റെ ഹെയർ സ്റ്റൈലൊക്കെ കെട്ടി കൊള്ളാമോ എന്നൊക്കെ നോക്കി ഞാൻ തന്നെ സ്വന്തമായിട്ട് തന്നെ കണ്ണടയൊക്കെ നോക്കിയിട്ട് ഇതാണ് എൻ്റെ ഹെയർ സ്റ്റൈൽ കൊണ്ട് ആടി കാണിക്കുന്നുണ്ട് ഗൈസ്. ഞാൻ നിങ്ങളെ അങ്ങനെ നയിച്ചിരുന്നു. ഇതാണ് എൻ്റെ മേക്കപ്പ്. അപ്പം ശരി, നമ്മൾ നേരെ ഇറങ്ങി. ഞാനും ധ്യാനസും ധ്യാനസ് വന്നില്ല, ധ്യാനസും അമ്മയും വന്നില്ല, ഞങ്ങളുടെ മാത്രമാണ് പോയിട്ട്. അപ്പോൾ ഈ ഫസ്മയുടെ അപ്പോൾ ജീവിതത്തിൽ നിങ്ങൾക്ക് അറിയാമല്ലോ, ഇടാൻ പറ്റുന്ന സാധനമൊക്കെ ഞാൻ ഫസ്മ ഉപയോഗിക്കും കേട്ടോ. അപ്പോൾ ഞാൻ എന്താ നമ്മുടെ സ്വന്തം നാട്ടിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ്. അപ്പോൾ സഞ്ജുവിൻ്റെ വീട്ടിൽ വെച്ച് തന്നെയാണ് ഇപ്പം വയലിൻ ക്ലാസ് നടക്കുന്നത്. അപ്പം ഞങ്ങളെല്ലാവരും ചേർന്ന് വയലിൻ ക്ലാസ് തുടങ്ങി. വേറൊരു അഴുക്ക സ്വഭാവം പിടിച്ച മനുഷ്യനാണ് പോണത്. ഇവിടെ നിന്ന് അവിടെ വരെ വീട് വരെ നടന്നു പോന്നു. യെസ്, നമ്മുടെ വണ്ടി കണ്ടോ ഗായ്സ്, നമ്മുടെ വണ്ടി കണ്ടോ, കണ്ട എൻ്റെ വീടിൻ്റെ മുമ്പ് കൂടെ ഹൈവേ ആണ്, ഹൈവേ. നമ്മുടെ പാറമുക്ക് കണ്ടോ, പാറമുക്ക്. നമ്മൾ മന്ദം പാറമുക്കിലേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് ഗൈസ്. എൻ്റെ വീട് പോയിരിക്കുന്നു. യെസ് ഗൈസ്, ഞാൻ എൻ്റെ വീട്ടിലെത്തിയിരിക്കുകയാണ്. അച്ഛൻ കണ്ടു, എൻ്റെ തന്തപ്പടീസ് അവിടെ ഇരിപ്പുണ്ട് ഗൈസ്. ഫുൾ പച്ചപ്പുറത്തുകൊണ്ട് തന്നെ ധ്യാനൂസിനുള്ള പടി അച്ഛയോട് വാങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. 1 മാസം ആകുമ്പോൾ ധ്യാനൂസിന് കുറച്ച് സ്നാക്സ് കാര്യങ്ങളൊക്കെ തരും. അപ്പോൾ അതെല്ലാം വാങ്ങി വെച്ചേക്കാണ്. ഞാൻ അതും വന്ന് എടുത്തിട്ട് നേരെ വീട്ടിലോട്ട് പോകും. ഹലോ ഗൈസ്, അപ്പം വയലിൻ ക്ലാസ് കഴിഞ്ഞിട്ട് വീട്ടിലേക്ക് പോയി. പോകുന്ന വഴിക്ക് നമ്മുടെ പുട്ടുകട നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണം കേട്ടോ. പുട്ടുകട കയറി ഒരു പുട്ടും നല്ല ബീഫ് ഫ്രൈയും ഉണ്ടെന്ന് ഞാനിങ്ങനെ കഴിഞ്ഞ ദിവസം ഇവർ പോയി കഴിച്ചിട്ടൊന്ന് പറഞ്ഞു കേട്ടോ. എന്നെ കൊണ്ടുപോയില്ലായിരുന്നു. അങ്ങനെ ഞങ്ങൾ എന്തായാലും തിരിച്ചു വരുന്ന സമയത്ത് നമ്മുടെ ഹൈവേയുടെ സൈഡിൽ തന്നെയാണ്, തോട്ടയ്ക്കാടില്ലേ, നമ്മുടെ തോട്ടയ്ക്കാട് സൈഡിൽ തന്നെയാണ് പുട്ടുകട. പണ്ട് പോലെയുള്ള കടയാണ്. ഇപ്പം നല്ല രീതിയിൽ പുരോഗമിച്ചിട്ടുണ്ട് കേട്ടോ. അവർ അകത്തൊക്കെ ഇരുന്ന് കഴിക്കാനുള്ള സെറ്റപ്പൊക്കെ വലുതാക്കി വെച്ചിട്ടുണ്ട്. അങ്ങനെ ഞാനൊരു പുട്ടും ഒരു ബീഫ് ഫ്രൈ, എൻ്റെ ഇഷ്ടപ്പെട്ട ഫേവറേറ്റ് സാധനമാണ് ബീഫ് റോസ്റ്റും ഇതുപോലെ ഫ്രൈയും. കറിയും ഇഷ്ടമാണ്. അങ്ങനെ ഞാൻ പുട്ടും അതും കൂടെ കഴിക്കാൻ വിചാരിച്ചു. അപ്പം ചേട്ടൻ 2 ചപ്പാത്തി അല്ല, ബെറോട്ടയും ചില്ലിയുള്ള കാന്താരി കഴിക്കണം കൂടെ വന്നത്. കാന്താരി കിട്ടിയില്ല. പിന്നെ അറിയാമല്ലോ നമ്മുടെ കട്ടൻ, ഇത് മിൻറ്റിട്ട കട്ടൻ. അതും കഴിഞ്ഞ് നേരെ നമ്മൾ വീട്ടിലേക്ക് പോകാനായിട്ട് നമ്മുടെ കല്ലമ്പലം എത്തി. കല്ലമ്പലം എത്തിയിട്ടുണ്ട്. ജാനൂസിൻ്റെ അപ്പാപ്പൻ്റെ ഈ മാസത്തെ പടിയാണ്. പടി എന്താ? ആപ്പിളാ? തിന്നാനാണോ? എന്താ വേണം? പ്ലമ്മ തൊണ്ടയ്യാത്തോണ്ട് കൊച്ചിനൊന്നും വേണ്ടി വരില്ല. ഇതെല്ലാം ഞാൻ തിന്നണമല്ലോ എന്ന് ആലോചിക്കുമ്പോ